വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടെയിൽ ഓഫ് ടോക്സ്. ഈ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. എൻ്റെ പേര് ശിൽപ. നമ്മുടെ ഈ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളും എനിക്കിഷ്ടമുള്ള സിനിമകളെക്കുറിച്ചുമായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ കൂടെ കൂടിക്കോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. കാരണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, അതായത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ. 2023 ഇറങ്ങിയിട്ടുള്ള നല്ലൊരു കിടിലൻ റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. നിക്കോളാസ് ക്രിറ്റ്സിനും ടെയ്ലർ സാക്കറും കൂടി ചേർന്നിട്ട് അഭിനയിച്ചിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഫിലിമാട്ടോ. റെഡ്, വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ എന്ന് പറയുന്ന LGBT റൊമാൻറ്റിക് നോവലിൽ നിന്നും എടുത്തിട്ടുള്ള ഫിലിമാണിത്. കാസെ മാക്കിസ്റ്റൺ മെയ് 14, 2019 എഴുതി സെന്റ് മാർട്ടിൻസ് ഗ്രിഫിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു നോവൽ 2023 ഓഗസ്റ്റ് 11 മാത്യു ലോപ്പസ് സിനിമയാക്കി. ഈ ഒരു ഫിലിം സാധാ റൊമാൻറ്റിക് ഫിലിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, കുറേയേറെ ടാസ്കുകൾ കടന്നിട്ടുള്ള വളരെ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രണയത്തെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ മറ്റാരും അറിയാതെ നമ്മൾ സ്നേഹിക്കുക. ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നായകൻ ടെയ്ലർ സാക്കർ കറക്റ്റ് യൂജീനെ പോലെയാണ് ഇരിക്കുന്നത്. ടാങ്കിളിലെ യൂജീൻ ഇല്ലേ, വെപ്പോൺസിലെ യൂജീൻ, ഫ്ലൈൻ റൈഡർ, പുള്ളീനെ പോലെ ഇരിക്കണം. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ പുള്ളിയുടെ കുറേയേറെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്, ഭയങ്കര ഷാർപ്പ് എക്സ്പ്രഷൻസ് ഒക്കെയാണ്, ഭയങ്കര റൊമാൻറ്റിക് ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സാറേ. അതുപോലെ തന്നെ നിക്കോളാസ് ഒട്ടും മോശമല്ല. നിക്കോളാസ് നല്ല കിടിലൻ ഒരു റൊമാൻറ്റിക് ആക്ടർ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുന്നത് ഭയങ്കര സൈലൻറ്റിലൂടെയാണ്. ഈ സിനിമ ഭയങ്കര വ്യത്യസ്തമാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രിൻസും US പ്രസിഡന്റിൻ്റെ മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. എന്തായാലും ഈ രണ്ട് കൂട്ടരും അത്ര പബ്ലിക്കായിട്ട് പ്രണയിച്ച് നടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൻ്റെ കുറേയേറെ വെല്ലുവിളികൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു സിനിമയെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. നമ്മൾ കാണാറുള്ള മിക്ക ലവ് സ്റ്റോറി പോലെയും ആദ്യം ഭയങ്കര ഈഗോ ആയിരുന്ന രണ്ടുപേര് പിന്നീട് വഴക്കിട്ട് ഒന്നായിട്ടുള്ളൊരു പ്രണയ കഥ തന്നെയാണ്. ഭയങ്കര സീക്രട്ടായിട്ടാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമാണ്. ആദ്യത്തെ ഇവരുടെ ആ ഒരു ഈഗോ ക്ലാഷൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. ടെയ്ലറിൻ്റെ കുറേ അടിപൊളി ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ഉണ്ട്, അത് നല്ല രസമായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നിക്കോളാസിനെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന കുറേ സീനുകളും ഉണ്ട്, അത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫസ്റ്റ് ഇൻട്രോയും നല്ല കിടിലനാണ്. ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. എന്നോട് ആ ഒരു ഫിലിമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് ആ ഒരു സീനായിരിക്കും. കാരണം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഇൻട്രോ കൂടിയാണ്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ഒരു സീക്രട്ട് അഫെയർ കൊണ്ട് നടക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ മകനും പ്രിൻസും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും പബ്ലിക്കലി ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള രണ്ട് ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇവർക്ക് പബ്ലിക്കായിട്ട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലുള്ള ചാൻസ് ഇല്ല. സോ അതിനെ ഇവർ കൺട്രോൾ ചെയ്യുന്ന രീതികളും എല്ലാം ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. ഇതിപ്പോൾ LGBT സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് കാണാണ്ടിരിക്കേണ്ട, നല്ലൊരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. സിനിമകളെ സിനിമയായിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഫ്രം ടെയിൽ ഓഫ് ടോക്സ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.